നിങ്ങൾ രണ്ടാളും എന്തൊന്നും മിണ്ടാത്ത? എടാ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വല്ലാത്ത സന്തോഷത്തിലാണ്. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൻപുറത്ത് ഇങ്ങനെ കളിച്ച് വളർന്നിട്ട് നീ ഒരു സുപ്രഭാതത്തിൽ ഗൾഫിലേക്ക് പോയിട്ട് വലിയൊരാളായിട്ട് തിരിച്ചു വന്നപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞ് 2 പേരും എയർപോർട്ടിൽ വേണമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ത്രില്ലിലാണ് ഞങ്ങൾ. അല്ലേ സുമേഷ്? അതെ, സത്യം സത്യം. എടാ ഷിബു, സാധനം കൊണ്ടുവന്നില്ലടാ. കൊണ്ടുവരാതെ ഞാൻ വരുവോ? എന്നാടാ പാർട്ടി? വീട്ടിലാണാ? എവിടെയാണ്? വീട്ടിലല്ല, ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. എവിടെ? അതൊക്കെ ഉണ്ട് മോനെ, നീയൊന്നും ഇതുവരെ കയറിയിട്ടുമില്ല കണ്ടിട്ടുമില്ല. ആ ടൈപ്പ് ഒരു ഹോട്ടൽ. അപ്പം നമ്മൾ ഇന്ന് അവിടെ അടിച്ചു പൊളിക്കുന്നു, നാളെ നമ്മൾ പോകുന്നുള്ളൂ. സുമേഷേ, എടുക്കടാ ഷിബു പറഞ്ഞ ഹോട്ടലിലേക്ക് വണ്ടി. ഓക്കെ. റൈറ്റ് എടുത്ത് നേരെ വിട്ടോ. ഏതടാ ഇവന്നോ? ഇതന്നെ നിന്റെ കൂടെ പഠിച്ചതാ? ഏതടാ ഇവന്ന്? ഈ സാധനം ഉണ്ടല്ലോ, 14 വർഷം മണ്ണിനടി. അല്ല, നിന്നോടൊക്കെ ഇതിൻ്റെ മഹത്വം പറഞ്ഞ് നിനക്കൊക്കെ മനസ്സിലാവും. അതിനുള്ള ഉണ്ടോ നീയൊക്കെ? അപ്പം പിന്നെ നിന്നോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ഷിബു, നീ ഇപ്പം എന്താ പറഞ്ഞേ? ഇവനിപ്പോൾ എന്താടാ പറഞ്ഞേ? ഷിബു അല്ല, ഷിബു പ്രഭാകർ. അവനുണ്ട്, അവന് ബോധമുണ്ട്. അവന് എൻ്റെ പേര് ഗസറ്റഡിൽ കൊടുത്താ ഞാൻ മാറ്റിയത്. നിലവാരമില്ലാത്ത പേരായതുകൊണ്ട് അതിനൊരു വാല് ഞാൻ ചേർത്തോ? കുട്ടിക്കാലം മുതൽ ഷിബു എന്നല്ലേ വിളിച്ചിരുന്നത്? നീ കുട്ടിക്കാലം മുതലൊക്കെ വിളിച്ചോ. ആ കുട്ടിക്കാലത്തെ സെറ്റപ്പാണ് ഇപ്പം എൻ്റെ. നീ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്? ഞാൻ അത് ഓർത്തിരിക്കുവാണോ? എൻ്റെ ശരിക്കും പേര് മനോഹരനാണല്ലോ. അതെ അതെ. നീ എന്താ വിളിച്ചിരുന്നത് പണ്ട്? ഗ്രഹണീയമായിരുന്നു. അത് കറക്റ്റ് പേരാത്, കറക്റ്റ് പേരാത്. അതിനകത്ത് നീ ഒരു ഡെവലപ്പിംഗ് പക്ഷെ എനിക്ക് അതിന് സങ്കടമില്ല, പരാതിയില്ല, പരിഭവമില്ല. മനസ്സിലായില്ലേ? പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. പക്ഷെ നീ എല്ലാം പഴയത് മറന്നു എന്നാണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. ആരാ അങ്ങനെ പറഞ്ഞേ? സുന്ദരൻ. അതാരത്? സുന്ദരൻ. ഏത് സുന്ദരൻ? ഞാൻ മറന്നു. എടാ, എനിക്കിതൊക്കെ ഓർക്കാൻ എവിടെ സമയം? എന്നാലും നീ ഞങ്ങളെ മറന്നില്ലല്ലോ, അത് മതി. അതെ, സത്യം. കാരണം ഇവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ പോലും പോകാണ്ട് നമുക്ക് ഇത്രയും സൽക്കാരമൊക്കെ തന്ന നീ അടിപൊളിയാടാ ഷിബു പ്രഭാകർ. നാളെ ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും ഇവനെ കുറിച്ച്. പറയണം, അത് പറയണം. അവിടെ ആ മതത്തിന്റെ പേരൊക്കെ കൈ കുറിച്ചിട്ടോ. മലയാളത്തിൽ എഴുതിയിടണം, അല്ലാതെ അവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ അവിടെ ഒന്നും പറയാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ഇതൊക്കെ തന്നു എന്ന് പറയണം. ഷിബു പ്രഭാകരെ എ സി ഒന്ന് കുറച്ചുകൂടെ തണുക്കണ്ട. തണുക്കണോ? 3-6 വേലയുണ്ട്. എടാ, നീയൊക്കെ എ സി കൊണ്ടിട്ടില്ല, അതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ പറയണത്. ഇപ്പോഴും എ സി അല്ലേ, തണുപ്പല്ലേ ഇപ്പോഴാ? എടാ, ഞാൻ ഗൾഫിലൊക്കെ എങ്ങനെയാണെന്നറിയാമോ? ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പം ഒരു ചുറ്റിയം കഴിപ്പിച്ചിട്ട് കിടന്നുറങ്ങണേ. നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പം ഈ ശരീരം മൊത്തം, ഈ ബെഡ് ഉൾപ്പെടെ ഐസായിരിക്കും. എന്നിട്ട് പിള്ളേര് ചങ്കത്തിടിക്കൂലേ എന്ന് പറഞ്ഞാൽ ചുറ്റി വെച്ച് 3-4 ഇടിയാ. ഇടിക്കുമ്പം അന്യൻ ഐസ് കട്ടേന്ന് പൊട്ടി തെറിച്ചു വരില്ലേ, അതുപോലെയാണ് ഞാൻ റൂമിലേക്ക് എഴുന്നേറ്റ് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എ സി പേസ്റ്റ് വെച്ചിട്ട് പല്ലങ്ങട് കഴിക്കും. എടാ, മൊത്തം എ സി അല്ലേ, തണുപ്പ്. എ സി പേസ്റ്റ് ഇട്ട് പല്ല് വെച്ചിട്ട് ഞാൻ ബാത്റൂമിൽ പോകണമെന്നറിയാമോ? ഐസ് കട്ട വേണം, ഐസ് കട്ട. അത് കഴിഞ്ഞിട്ട് നേരെ കുളിച്ച് റെഡിയായി നേരെ എ സി കാറിലേക്ക് വരും. ആ എ സി കാറിൽ നേരെ എ സി ഓഫീസിലേക്ക് പോകും. തൊലിക്കെട്ടിയാട്ടോ. അല്ല, നമുക്ക് സാധാരണ തൊലിക്കെട്ടി വെച്ചിട്ട് സഹിക്കാൻ പറ്റില്ല ഈ തണുപ്പ്. അപ്പൊ ഷിബു പ്രഭാകരന്റെ തൊലിക്കെട്ടി അതിനൊക്കെ ഭയങ്കരമാണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ കൈയൊക്കെ മരല്ലേ. ഒരു 100 രൂപ സിഗരറ്റ് മേടിക്കാനാണ്. സിഗരറ്റ് മേടിക്കാൻ 100 രൂപയോ? 100 രൂപ. ആരായാലും 100 രൂപ. ഒരു 100 രൂപ നിന്റെ അടുത്ത് എടുക്കാനല്ലേ? എന്റെ കയ്യിലുള്ളത് എന്നാ? ദിർഹംസ് അല്ലേ? ദിർഹംസ്. എന്താണ് ഈ ദിർഹംസ്? എടാ, ഗൾഫിലെ കാശ്. ഗൾഫിലെ കാശ് അതായത് എത്രയാണോ? ഇവിടുത്തെ അതിന്റെ ഇരട്ടിയുടെ 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 ഇരട്ടിയാണ് അവിടുത്തെ 1 രൂപ. ആണോ? അങ്ങനെയുള്ള ഞാനാണോ ഈ 100 രൂപ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്? സുമേഷേ, ഞാൻ പഴയ കാര്യം ആലോചിക്കായിരുന്നേ. എന്താണ്? ഇപ്പൊ ഷിബു പ്രഭാകർ ഗൾഫിൽ നിന്ന് വന്ന് നമ്മൾ സത്യം പറഞ്ഞ അത് കറക്റ്റ് ഒരു സ്വർഗത്തിലിരിക്കുന്ന ഇവിടെ. സ്വർഗത്തിലാട്ടോ. പണ്ട്
ഞാൻ ആലോചിക്കണം നമ്മള് ക്ലബിന്റെ വാർഷിക പരിപാടിക്ക് വേണ്ടി പിരിവൊക്കെ എടുത്തിട്ട് രാവിലെ തൊട്ട് നടന്ന് വേർത്ത് കുളിച്ച് എന്നിട്ട് നമ്മുടെ മറ്റേ രായപ്പഞ്ചേട്ടൻ്റെ അടുത്ത് ചായ കുടിച്ചിട്ട് ദോശയും കഴിച്ചിട്ട് വന്ന് ക്ലബിൽ ഇങ്ങനെ കിടക്കും. ചൂടായിരിക്കുള്ളൂ അല്ലേ? ദോശയും ചമ്മന്തിയൊക്കെ ഇപ്പോഴും ഛർദിപ്പിക്കുവോ? ഇഷ്ടപ്പെടില്ല. അതൊക്കെ വലിയ ഓർമ്മയും ഇങ്ങനെ നിരന്ന് കിടക്കും. അത് ഓർക്കാൻ പറ്റണം. ആ കർട്ടൻ കറക്റ്റ് അല്ലേ? കിടക്കും. എന്തൊരു കാലം വരുന്നല്ലേ. ഭയങ്കര സംഭവം. ഞാൻ സെക്രട്ടറി, ഞാൻ പ്രസിഡന്റ്, ട്രഷറർ. അയ്യേ ക്ലബ്ബ് ഇവിടെ ഓരോന്ന് എങ്ങനെയാന്ന് മറക്കാൻ നോക്കുമ്പം ഓർമ്മിപ്പിച്ചുകൊണ്ട് വരുവാണ് ക്ലബിലെ ഖജാഞ്ചി. അത് എന്താണ് ക്ലബ്ബാണോ അത്? നിങ്ങൾ ക്ലബ്ബ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പൊടിയും ചെതലും പാമ്പ് വരെ ഉണ്ടാകും അതിനകത്ത്. എനിക്ക് പറഞ്ഞിട്ട് തന്നെ എനിക്ക് വല്ലാത്ത തോന്നുന്നു. ആ കർട്ടൻ വിരിച്ചിട്ട ചില കിടപ്പൊക്കെ എനിക്ക് പുരുഷന്മാരുടെ ദേഹം തൊടുന്ന പോലും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതെനിക്കിഷ്ടമല്ല. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഓർക്കണേ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാനും കൂടെ കൂടിയിട്ടാണ് ഞാനിവിടെ നിങ്ങളിപ്പോൾ വിളിച്ചു വരുത്തിയേക്കുന്നത്. നിങ്ങൾ ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത മദ്യവും ഭക്ഷണം ഇനി വരും ഒക്കെ മേടിച്ച് തന്നതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞങ്ങളുടെ ഇഷ്ടം കൊണ്ട്. ഒരു ഇഷ്ടമല്ല. ഞാൻ ഗൾഫിലേക്ക് ഇനി ഒരു 10-15 ദിവസം കഴിഞ്ഞേ തിരിച്ചു പോകും. അതുവരെ ഷിബു പ്രഭാകരൻ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാനും സുമേഷും ഉണ്ടാവും. എൻ്റെ കണ്ണും വെട്ടത്ത് നിങ്ങൾ കാണരുത് 15 ദിവസം വരെ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ സാധനവും കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി വെച്ചേക്കുന്നത്. മനസ്സിലായല്ലോ? ഞാനും എൻ്റെ പിള്ളേരും സുഖമായിട്ട് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നേ. നിങ്ങൾ പഴയ ഞാനും പുതിയ ഞാനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. എൻ്റെ കൂട്ടുകാരാണ് നിങ്ങളെന്ന് പറയാൻ എനിക്ക് ഭയങ്കര ചമ്മല. എൻ്റെ പെണ്ണുമ്പിളൊക്കെ ഒട്ടും പിടിക്കില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത് വരെ എൻ്റെ വീടിൻ്റെ പരിസരത്ത് കാണരുത്. ഇത് കഴിഞ്ഞ് ബോധമില്ലാതെ കിടന്നിട്ട് നാളെ നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നു, പോകുന്നു, പിന്നെ നമ്മൾ കാണുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ചെലവ്. ഓക്കെ, നീ ഓക്കെ ആണോ? ഓക്കേടാ. ഇനി നിൻ്റെ അടുത്തല്ലടാ, അതിനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. നിൻ്റെ സ്നേഹത്തിന് നന്ദി, സന്തോഷം. നാളെ നീ നിൻ്റെ വീട്ടിലേക്ക് പോകുന്നു, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. ഓക്കെ? ഓക്കെ. എൻ്റെ വീടും അവരുടെ വീടും തമ്മിൽ താരതമ്യം ചെയ്തേക്കണേ. എന്താ കഥ? ആ നിർത്ത ഇവിടെ വണ്ടി നിർത്താൻ. എടാ ഇവിടെ നിർത്തിയത് അതല്ല നിൻ്റെ വീട്. അതാ എൻ്റെ വീട്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയും പെണ്ണുമ്പിള്ളയൊക്കെ കാണൂലേ? എടാ അവരെ കാണാൻ വേണ്ടി നീ കൂടെ വന്നത്. അവിടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എടാ ഇത് ഇവിടെ നിർത്തുന്നത് ഈ വീട്ടിന്റെ ഫ്രണ്ടിൽ നിർത്തുന്നതിനാണ്. അത് ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. എടാ അയൽവക്കത്ത് സെറ്റപ്പ് ഉണ്ടല്ലോ നിനക്ക്. അയ്യോ, അയൽവക്കത്ത് എനിക്ക് സെറ്റപ്പ് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. എന്ത് ട്രെൻഡ്? അയ്യോ, ഗൾഫിൽ പോകാതെ ഈ പഞ്ചായത്തിൽ തന്നെ കിടന്നിറങ്ങി ഇവിടെ വെള്ളം അടിച്ച് ഇവിടെ ഇടി ഉണ്ടാക്കി ഉത്സവം ഇങ്ങനെ നടക്കുന്ന നിന്നെയൊക്കെ പറഞ്ഞിട്ട് വല്ല. ഞങ്ങൾ നാട്ടിൻപുറത്ത് വരാം, നമ്മൾ വന്ന വഴിയൊന്നും മറക്കാറില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്നറിയാമോ? എന്താണ്? ഗൾഫിൽ നിന്ന് ഒരാൾ ഇവിടെ വരുവാണെങ്കിൽ ഇവർ ഈ വീട്ടുകാരോട് പറയില്ല. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വോളിയം അമർത്തുന്നു, ഡോറ് തുറക്കുന്നു, പെട്ടെന്ന് ഗൾഫുകാരെ കാണുന്നു. അപ്പം അമ്മയ്ക്കും പെങ്ങന്മാർക്കും ഭാര്യയ്ക്കൊക്കെ ഉണ്ടാകുന്ന ഒരു 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 അത്ഭുതമല്ലേ? യൂട്യൂബിലൊക്കെ ഇടയ്ക്ക് ഗൾഫുകാർ വരുന്ന കാണുന്ന ആ പരിപാടി കാര്യം ചോദിക്കട്ടെ. ആ സാധനം ഷൂട്ട് ചെയ്ത് നമ്മൾ യൂട്യൂബിലിടുന്നു. ആരാ ഷൂട്ട് ചെയ്യണ്ട? ഇപ്പൊ നിങ്ങൾ ഷൂട്ട് ചെയ്യും. ഞങ്ങളോ? പിന്നെ നിനക്കൊക്കെ വെള്ളം മേടിച്ചു തന്നെ എന്തിനാ? ഷൂട്ട് ചെയ്യണോ? ആ പിന്നെ അല്ലാതെ. എപ്പോഴാണ് സംഭവം? ഇപ്പൊ ഷൂട്ട് ചെയ്യണം. അടിപൊളി. അങ്ങനെ ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും ഇറങ്ങി എന്നിട്ട് പോയി പൊസിഷനിലേക്ക്. പൊസിഷനാ? ഇവിടെ ആരും കാണാതെ പോയി അവിടെ ഇവിടെയൊക്കെ പാത്തിരിക്കാൻ. ഫ്രെയിമിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. അങ്ങനെ എടാ ഇവിടെയാണോ നിൽക്കാൻ പറഞ്ഞത്? അവിടെ പോയി ആരും കാണാതെ നിൽക്കടാ. ആണോ? ആ എന്താ സുമേഷേ, അവിടെ പോയി നിൽക്കുക. ആ
അല്പനാഥരാത്രി കുട പിടിക്കുന്നത് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ദേനാ കുടയില്ലത് പെട്ടിയല്ലേ? ഓ എൻ്റെ ദൈവം, ഷൂട്ട് ചെയ്യ്. അയ്യോ, ഒന്നുകൂടി അടിക്ക്. ചിലപ്പോ അടുക്കളയിലായിരിക്കുള്ളൂ. ഒന്നും കൂടി അടിക്ക്. ഹലോ ചേട്ടാ, ഗൾഫിൽ നിന്ന് ഇപ്പൊ വന്നു. തന്നെ ചെടിച്ചട്ടി സംസാരിക്കണം. ഹലോ, ദേ ഇവിടെ. ഇപ്പൊ കണ്ട തനി രാവണന്റെ കൂട്ടിരിക്കും. ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നാരും ചേച്ചി ഞങ്ങളോട് ആരോടും പറഞ്ഞില്ലല്ലോ. അത് ഞാൻ അവരോട് പറഞ്ഞിട്ട് വേണ്ട അവര് നിങ്ങളോട് പറയാൻ. അതെന്നാ? അതെ, സർപ്രൈസ് കൊടുക്കാനാ. എന്നിട്ട് ആ സാധനം ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിടും. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. സർപ്രൈസ് കൊടുക്കാൻ വന്നതാ? ആ ഇല്ല, അവള് മേളിലുണ്ട്, ഞാൻ വിളിക്കാം. ആ അതെ, ചേച്ചി മേളില. ചേച്ചി അങ്ങ് ഹൈ റേഞ്ചിൽ പോയേക്കുവാ. ഹൈ റേഞ്ചിലോ? അപ്പൊ ചേട്ടനോട് പറഞ്ഞില്ലായിരുന്നോ? ഇല്ല. ഇന്നലെ രാത്രിയിലെ ചേച്ചിയുടെ അച്ഛനും സുഖമില്ലെന്നും പറഞ്ഞ് ഫോൺ വന്നായിരുന്നു. അവരെല്ലാരും അങ്ങോട്ട് പോയേക്കുവാ. ചേട്ടനൊരു കാര്യം ചെയ്യ്, ആ ഫോണിലൊന്ന് ചേച്ചിനെ വിളിച്ചു നോക്കി. ആ ഇതിനകത്ത് വലിയ കേൾക്കുന്നുണ്ടല്ലേ? ആ ഫസ്റ്റ് ചേച്ചി എന്നാ ഫോൺ കൊണ്ടുപോയിട്ടില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, കൂടെയുള്ള വേറെ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കി. അവിടെ ബന്ധുക്കളൊക്കെ ഉണ്ടാവില്ലേ? അല്ല, കൂടെയുള്ള ആരുടെ നമ്പർ എൻ്റെ കയ്യിലില്ല. അതെന്നാ? അതായത് എല്ലാം ലോക്കൽ ടീമുകളാണേ. ഞാൻ ഈ ഗൾഫിൽ പോയി ക്ലച്ച് പിടിച്ച് കഴിഞ്ഞപ്പം ഞാൻ ഈ ടീമുകളുടെ നമ്പർ എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് ഇപ്പം ആരുടെ നമ്പറിൻ്റെ കയ്യിലില്ല, അവക്കടെ മാത്രമേ ഉള്ളൂ. എന്നാ ചേട്ടൻ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യേണ്ടി വരും. ചേച്ചി വന്നവരെ ആ സിറ്റൗട്ടിൽ കിടന്നു. അതെ, എനിക്ക് അടുക്കള ഇച്ചിരി പണിയുണ്ട്, പിന്നെ കാണാട്ടോ. അല്ല പോലെ അത് ഞാൻ പോലെ അതാ അയ്യേ അതെന്നാ പോക്കാതെ. അതെ, ഇതിപ്പോ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണോ അല്ലെങ്കിൽ നാളെ ചെയ്യണോ? ഷൂട്ട് ചെയ്തതേ എടാ അവര് പറഞ്ഞു കേട്ടോ, അവര് അങ്ങോട്ട് പോയി. വിളിക്കാനൊരു നമ്പറും ഇല്ല. ഇപ്പൊ എന്ത് ചെയ്യും? ഞങ്ങൾ പോയിക്കോട്ടെ. അങ്ങനെ പോലെ എടാ, നമ്മുടെ ആ ക്ലബിന്റെ താക്കോലില്ലേ? സെക്രട്ടറിയല്ലേ? എൻ്റെ അടുത്താണ്. സെക്രട്ടറിയല്ല, എൻ്റെ അടുത്തല്ലേ? സെക്രട്ടറി അടുത്താണ്. പക്ഷെ വേറെ സംഭവം അവിടെയൊക്കെ നീ കിടന്ന മോശമല്ലേ? നിന്റെ നിലയും വില അനുസരിച്ച് പറ്റിയൊന്നുമില്ല. ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് സ്ഥിരം കിടക്കുന്ന അവിടെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അതല്ല, അതെ ഈ മറ്റേ നമ്മൾ പണ്ട് എന്തോരം കിടന്നേക്കണു. എന്തോരം അവിടെ ആയിരുന്നല്ലോ നീ. നീ ഗൾഫിൽ പോയത്. അതെ 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 അതെ. അപ്പം നമുക്ക് അവിടെ അവിടെ മൊത്തം ചെതലും പൊടി ആയ അലപ്പാണ്. ഒരാഴ്ച നമ്മൾ കയറിയിട്ടില്ല, ഭയങ്കര പൊടിയും ബഹളമാണ്. ആ മറ്റേ കർട്ടനില്ലേ, നമ്മളെല്ലാരും കൂടെ കൂടി വിരിച്ച് കിടക്കണ കർട്ടൻ, ആ കർട്ടൻ ഇപ്പൊ അവിടെ ഉണ്ടാവില്ലേ? അതൊക്കെ ഉണ്ടാകും. എത്ര വർഷം മുമ്പ് ആ കർട്ടനുള്ളത്. നീ പിന്നെ ആ ക്ലബിലേക്ക് നീ കയറിയിട്ടുണ്ടായി ശേഷം? അല്ല, ഈ ഗൾഫിൽ പോയതിനു ശേഷം കയറിയിട്ടില്ല, സത്യം കയറിയിട്ടില്ല. എന്നാലും നമ്മൾ മെമ്പർഷിപ്പ് ഉണ്ടാകും, കർട്ടൻ അവിടെ ഉണ്ടാവും. ഞങ്ങളൊക്കെ ഇടയ്ക്ക് പോവും, ആ പഴയ പായ വിരിച്ചവിടെ ഇരിക്കും, കുറെ നേരം സംസാരിക്കും, പോരും. നമുക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. ഒരു ബുദ്ധിമുട്ടില്ല, അടിപൊളി. അല്ല, അപ്പൊ ഇവിടെ നിങ്ങളുടെ വീട്ടിലങ്ങനെ ഈ ഞങ്ങളുടെ വീട്ടുകാരെ പറ്റിക്കാറുമില്ല, വീട്ടുകാർ ഞങ്ങളെ പറ്റിക്കാറില്ല. ഞങ്ങൾക്ക് എപ്പോഴെങ്കിൽ വീട്ടിൽ പോവാ, അവർക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹമൊക്കെ ഉണ്ട്. താനൊരു കാര്യം ചെയ്യും,
ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നേക്കാണല്ലോ ഈ പെട്ടി ദറംസ് ആണല്ലോ ആ ദറംസ് അങ്ങോട്ട് വിരിച്ചിട്ട് ഇവിടെ അങ്ങോട്ട് കിടക്ക് പെണ്ണുപിള്ള വീട്ടുകാർ വരുന്നവരെ പോയാലോ ഓക്കെ പിന്നെ കാണാം അല്ല അത് തന്നെ എടാ ഈ കുഗ്രാമല്ലേ ഹോട്ടൽ എവിടെ കണ്ടാനാ വീണ്ടും പോണ എയർപോർട്ടിലേക്ക് ഹോട്ടലിൽ കയറി മനസ്സിലായില്ലേ കിടന്നു എടാ അതെ ഈ അങ്ങനെ പോലടാ പോലെന്ന് ഇതെന്ത് പോക്കാ പോയെ അപ്പൊ സർപ്രൈസ് കൊടുക്കാൻ പോയിട്ട് എല്ലാരും കൂടെ എനിക്കിട്ട് സർപ്രൈസ് തന്ന